ഈ പോലീസിന്റെ തമ്മിലടി വാർത്തകൾ നമ്മൾ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരു സംഘടന അല്ലെങ്കിൽ ഒരു SIT രൂപീകരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിനുള്ളിൽ തന്നെ പൊരുത്തക്കേടുകൾ ധാരാളമായിട്ട് വന്നു വരുന്നു. മറ്റൊന്ന്, പോലീസിനും ഇപ്പോൾ സംസ്ഥാന സർക്കാരിനും പോലും തലവേദനയായിരിക്കുന്ന ഒരു വിഷയം കൂടെയുണ്ട്. നമ്മുടെ MLA അൻവറിന്റെ. അതെ, എന്തായാലും ഇപ്പോൾ പോലീസ് അതിരൂക്ഷമായിട്ട് തുടരുന്നുണ്ട്. ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരായ വെളിപ്പെടുത്തൽ വെട്ടിലായിരിക്കുകയാണ് സർക്കാർ. ADGP അഴിമതിക്കാരനാണെന്ന് ഒരു IPS ഉദ്യോഗസ്ഥൻ തന്നെ തുറന്നു പറഞ്ഞത് ആഭ്യന്തര വകുപ്പിനെ വൻ പ്രതിരോധത്തിലാക്കി. ഭരണപക്ഷ MLA തന്നെ ഇക്കാര്യങ്ങൾ പുറത്തുവിട്ടത് മുഖ്യമന്ത്രിക്ക് കനത്ത പ്രഹരമാകും. സംഭവത്തിൽ MR അജിത് കുമാറിനെതിരെ പോലീസ് ആസ്ഥാനത്ത് പരാതികൾ ലഭിച്ചു തുടങ്ങി. ADGPയെ മാറ്റി നിർത്തി അന്വേഷിക്കണമെന്നാണ് ആവശ്യം ശക്തം. ഒപ്പം മരമുറിയിലും അന്വേഷണം ഉണ്ടാകും. ആർ രാജീവ് ചേരുന്നുണ്ട് വിവരങ്ങളുമായിട്ട്. രാജീവ്, ഈ പോലീസിനുള്ളിൽ തമ്മിലടി നമ്മൾ മുൻപും ഇതേപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഒരു MLA ആണ് ശക്തമായ നിലപാടുകളും അതുപോലെ തുറന്നു പറച്ചിലുകളും ഒക്കെ ആയിട്ട് എത്തിയിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിന് തന്നെ വലിയ പ്രശ്നമായിരിക്കുന്ന ഒരു സാഹചര്യമല്ലേ ഇത്? തീർച്ചയായും രജനി, ആ രീതിയിൽ തന്നെ കാണേണ്ടി വരും. പ്രത്യേകിച്ചും ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെയാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത്. അദ്ദേഹം അഴിമതിക്കാരനാണ്, 2 കോടി രൂപ കൈക്കൂലി വാങ്ങിക്കൊണ്ട് ചില കേസുകൾ ഒത്തുതീർപ്പാക്കി എന്ന് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഭരണപക്ഷത്തെ ഒരു MLA ആണ്. അത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അതിന്റെ ഭാഗമായിരിക്കുന്നതും ഒരു IPS ഉദ്യോഗസ്ഥരാണ്. മുൻ മലപ്പുറം SP ആയ സുജിത് ദാസ് ആണ് അത് തുറന്ന് സമ്മതിക്കുന്നത്. മാത്രമല്ല, സുജിത് ദാസ് പറയുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. MR അജിത് കുമാറിന്റെ അളിയന്മാർ വലിയ ബിസിനസ്സുകൾ നടത്തുന്നുണ്ട്, അതിന് സഹായം ചെയ്തു കൊടുക്കുന്നത് MR അജിത് കുമാറാണ്. അതായത് ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾക്ക് അദ്ദേഹം കൂട്ടുനിൽക്കുന്നത്. മാത്രം വലിയ രീതിയിലുള്ള അഴിമതികൾ അദ്ദേഹം നടത്തുന്നുവെന്ന് മലപ്പുറം മുൻ SP കൂടിയായ സുജിത് ദാസ് തുറന്ന് സമ്മതിക്കുന്നു. സംസ്ഥാന സർവീസിൽ അല്ലെങ്കിൽ സിവിൽ സർവീസിൽ ഒരു IPS ഉദ്യോഗസ്ഥനാണ് സുജിത് ദാസ്. അദ്ദേഹം ഇപ്പോഴും പോലീസ് സേനയുടെ ഭാഗമാണ്. അദ്ദേഹമാണ് ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് എന്ന കാര്യം കൂടി ഇതിൽ ശ്രദ്ധിക്കേണ്ടി വരും. അതായത് പോലീസ് തലപ്പത്ത് തന്നെ വലിയ രീതിയിലുള്ള ഭിന്നത നിലനിൽക്കുന്നു എന്ന് തെളിയിക്കുന്ന ഫോൺ സംഭാഷണം കൂടിയാണ് പുറത്തു വന്നത്. അത് പുറത്തുവിട്ടിരിക്കുന്നത് ഭരണപക്ഷത്തെ പ്രധാനപ്പെട്ട ഒരു MLA ആയ PV അൻവറാണ്. നമുക്ക് PV അൻവറിന്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. മുഖ്യമന്ത്രിയുമായി വളരെ അടുപ്പം പുലർത്തുന്ന ഉദ്യോഗസ്ഥനാണ് PV അൻവർ. ജനപ്രതിനിധിയാണ് PV അൻവർ. അദ്ദേഹത്തിനെതിരെ നേരത്തെ പലതരത്തിലുള്ള ആരോപണങ്ങൾ വരികയും കേസുകൾ വരികയും ഒക്കെ ചെയ്തപ്പോൾ എല്ലാ സംരക്ഷണവും ഒരുക്കിയത് സംസ്ഥാന സർക്കാരാണ്. മുഖ്യമന്ത്രി ഒരു ഘട്ടത്തിലും അദ്ദേഹത്തെ തള്ളിപ്പറയാൻ തയ്യാറായിരുന്നില്ല. ആ രീതിയിൽ ഭരണപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു MLA അദ്ദേഹമാണ്. ഈ ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരായ വെളിപ്പെടുത്തലുകൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ആഭ്യന്തര വകുപ്പിനെ കൂടി വെട്ടിലാക്കിക്കൊണ്ടാണ് ഇത്തരമൊരു വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നത്. അതും ക്രമസമാധാന ചുമതലയുള്ള ADGP എന്ന് പറയുമ്പോൾ സംസ്ഥാന പോലീസ് മേധാവി കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പദവി കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ്. സംസ്ഥാനത്തെ മുഴുവൻ ക്രമസമാധാന ചുമതലയും നിർവഹിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിനെതിരെ നേരത്തെ നിരവധി പരാതികൾ ലഭിച്ചിരുന്നു സംസ്ഥാന സർക്കാരിന്. പക്ഷേ അപ്പോഴൊന്നും മുഖ്യമന്ത്രി അദ്ദേഹത്തെ കൈവിട്ടിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം സംസ്ഥാന പോലീസിനെ ഒറ്റയ്ക്ക് അദ്ദേഹം ഭരിക്കുന്നു എന്നതായിരുന്നു. DGPയെ പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ട് ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ് സംസ്ഥാന പോലീസിനെ നിയന്ത്രിക്കുന്നത് എന്ന തരത്തിലുള്ള പരാതികൾ വ്യാപകമായി ഉയർന്നിരുന്നു. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങിയപ്പോൾ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനവും അതുതന്നെയായിരുന്നു. മുഖ്യമന്ത്രി പോലും അറിയാതെ ആഭ്യന്തര വകുപ്പിനെ ഭരിക്കുന്നത് 3 പേരാണ്. അതിലൊന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, മറ്റൊന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGP, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മറ്റൊരുന്ന്. ഇവർ ചേർന്നുകൊണ്ട് സംസ്ഥാന പോലീസിനെ ഭരിക്കുന്നു. ജില്ലാ സെക്രട്ടറിമാർ പറയുന്നത് പോലും പോലീസ് കേൾക്കുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വളരെ ശക്തമാവുകയും ഇത് അവസാനിപ്പിക്കണമെന്ന് CPM ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിനുശേഷം ഈ ക്രമസമാധാന ചുമതലയുള്ള ADGPയെ മാറ്റണമെന്ന ആവശ്യം വരെ ഉയർന്നതാണ്. ഏതായാലും ആ സമയത്തൊന്നും മുഖ്യമന്ത്രി അതിന് വഴങ്ങിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ഭരണപക്ഷത്തെ MLA ആയ PV അൻവറാണ്. അത് ഏതായാലും തള്ളിക്കളയാൻ സർക്കാർ തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും പോലീസ് ആസ്ഥാനത്ത് ഇത് വലിയ ഞെട്ടൽ ഉണ്ടാക്കിയെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു IPS ഉദ്യോഗസ്ഥൻ തന്നെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെ രംഗത്ത് വരുന്നു എന്ന് മാത്രമല്ല, അത് ഭരണപക്ഷത്തെ ഒരു MLAയോട് തുറന്നു പറയുക കൂടി ചെയ്തിരിക്കുന്നു. മാത്രമല്ല, ഈ മലപ്പുറം മുൻ SPയുടെ മറ്റൊരു ശബ്ദരേഖ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടിരുന്നു. അതും PV അൻവറുമായി നടത്തിയത് തന്നെയാണ്. PV അൻവറിന്റെ കാല് പിടിക്കുന്ന രീതിയിലാണ് അദ്ദേഹം അതിൽ സംസാരിക്കുന്നത്. തനിക്കെതിരായ പരാതി പിൻവലിക്കണമെന്ന് PV അൻവറിനോട് അദ്ദേഹം യാചിക്കുകയാണ്. ഈ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് മരങ്ങൾ മുറിച്ചു മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി ഉയർന്നിരുന്നു. ആ പരാതിയാണ് പിൻവലിക്കണമെന്ന് അദ്ദേഹം PV അൻവറിനോട് യാചിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ശബ്ദരേഖ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടതാണ്. അതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, PV അൻവർ ആവശ്യപ്പെടുന്ന എന്തും ചെയ്തു നൽകാൻ താൻ തയ്യാറാണ്. ഈ ഒരു പരാതി പിൻവലിച്ചാൽ മാത്രമല്ല നേരത്തെ അദ്ദേഹത്തിന് ചെയ്തു നൽകിയ ചില ഉപകാരങ്ങൾ കൂടി ഈ SP ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ശ്രീദാസ് ശബരിമല സമയത്ത് ഭക്തർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കിയ ഒരു വ്യക്തി കൂടിയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ പേര് വലിയ വിമർശനങ്ങൾക്കും വഴിവെച്ചിരുന്നു. ഇപ്പോൾ ഏതായാലും അദ്ദേഹം തന്നെയാണ് ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് സർക്കാരിനെ പൂർണ്ണമായും വെട്ടിലാക്കിയിരിക്കുകയാണ്. രജനി.
യെസ്, എന്തായാലും വരും മണിക്കൂറുകളിലും ഇതിൽ കൂടുതൽ വാർത്തകൾ പ്രതീക്ഷിക്കാം. പക്ഷെ അപ്പോൾ നമ്മൾ നോക്കിക്കാണേണ്ടത് ഇത്രയധികം പരാമർശം, ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി മൗനം പാലിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതെ, ഇന്ന് ഏതായാലും CPM സംസ്ഥാന സമിതി ചേരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ വിഷയങ്ങൾ അവരെ പ്രതിരോധത്തിലാക്കി നിർത്തിയിരിക്കുന്നു അതെല്ലാം ചർച്ചയിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെ